നമസ്കാരം. എല്ലാവർക്കും IS കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്തുള്ള ക്ഷേത്രമാണ് വാരനാട്. ചേർത്തലയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നൊരു ക്ഷേത്രമാണിത്. ദാരിക രാക്ഷസനെ നിഗ്രഹിച്ചതിന് തൊട്ടു പിന്നാലെ വേതാളത്തിന് മുകളിലിരിക്കുന്ന കാളി ദേവിയുടെ മൂർത്തിയാണ് ഇവിടെ. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം വാർഷിക കുംഭഭരണിയാണ്. അത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ഉത്സവത്തിൻ്റെ ഭാഗമാണ് ഗരുഡൻ തൂക്കം, ഓട്ടത്തൂക്കം എന്നിവ. ഉത്സവത്തിൻ്റെ അവസാന ദിനമാണ് തൂക്കം നടക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ നാടോടി കലാരൂപങ്ങൾ, ഘോഷയാത്ര, മേളം, അലങ്കരിച്ച ആനകൾ എന്നിവയ്ക്കും ഈ ഉത്സവം പ്രശസ്തമാണ്. ചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ, കൊടിമരം, ഉപദേവതാ ക്ഷേത്രങ്ങൾ, ചുറ്റമ്പലം എന്നിവ ഉൾപ്പെടുന്ന ഒരു സാധാരണ കേരളീയ ശൈലിയുള്ള ഭഗവതി ക്ഷേത്രമാണിത്. എല്ലാ നക്ഷത്രങ്ങളുമായോ ജന്മനക്ഷത്രങ്ങളുമായോ ബന്ധപ്പെട്ട വൃക്ഷങ്ങളുള്ള ഒരു നക്ഷത്രവനവും ഈ ക്ഷേത്രത്തിലുണ്ട്. ഇതാണ് ഈ ക്ഷേത്രത്തിലെ നക്ഷത്രക്കാവ്. ഇവിടെ നമുക്ക് ഓരോ നക്ഷത്രങ്ങളിലുമുള്ള വൃക്ഷങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള പക്ഷികൾ ഏതാണെന്നും മൃഗങ്ങൾ ഏതാണെന്നും കാണാൻ സാധിക്കും. അരൂർ പുതുവാരനാട്, പള്ളിപ്പുറം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ആരാധിക്കുന്ന ദേവതകൾ വാരനാട് ദേവിയുടെ സഹോദരിമാരായിട്ടാണ് സങ്കല്പം. ചൊവ്വയും വെള്ളിയും ക്ഷേത്രത്തിൽ ഗുരുതി നടത്തപ്പെടുന്നുണ്ട്. സ്വയംവര പൂജ എന്നും അറിയപ്പെടുന്ന ഉമാമഹേശ്വര പൂജ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കാണുന്നതിനും വിവാഹ കാലതാമസം, തടസ്സം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നടത്തുന്നത്. ശത്രുസംഹാര പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി എന്നിവയ്ക്കും ഈ ക്ഷേത്രം പ്രശസ്തമാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ നല്ല വാർത്തകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.